വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗയ്സ്, ഇന്ന് നമ്മൾ ശ്രീക്ക് ഒരു കിടിലൻ പ്രാങ്ക് കൊടുക്കാൻ പോവാണ്. കുറെ കാലം നിങ്ങൾ ചോദിക്കുന്ന ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യോന്ന്. അപ്പൊ ഞങ്ങൾ ഇത് ശ്രീക്കാണ് പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി. അതെ, അത് ചെറിയ പ്രാങ്ക് ഒന്നല്ല ഗയ്സ്. ഇത് കണ്ടോ, ഓളോള റൂം നല്ല മനോഹരമായി എത്ര ഭംഗിയില്ല കൊണ്ട് കിടക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അതെ, നിങ്ങൾ എത്ര വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, അല്ലാതെ ഞങ്ങൾ നേരിട്ട് കാണുന്നതാണ്. ഓരോ മുക്കും മൂലം അത്രയും ഭംഗിയിലാണ് അവള് വെച്ചിട്ടുള്ളത്. അതെ, അങ്ങനെ നമ്മൾ ഈ എസ്തെറ്റിക് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള റൂമിനെ നമ്മൾ നേരെ തലകീഴായി മറിച്ചൊരു ഹൊറർ റൂമാക്കി മാറ്റാൻ പോവാണ്. അതെ, ഇത് ചെയ്തതിൽ ഞങ്ങൾക്ക് സങ്കടം. പക്ഷേ ശ്രീക്ക് പ്രാങ്ക് കൊടുക്കുകയിൽ വലിയ പ്രാങ്ക് ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. റൂമിലിട്ട് പണിയെടുക്കുമ്പോഴാണ് അത് പ്രാങ്ക് ആയി വരുന്നത്. ഈ പ്ലാന് മമ്മിക്കും അറിയാട്ടോ. മമ്മി ശ്രീയും കൂടെ ഇപ്പൊ വിഷുവിന്റെ ഷോപ്പിങ്ങിന് പോയതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്താ പറയാ അപ്ഡേഷൻസ് ഒക്കെ കിട്ടും. അപ്പൊ ഓളിന് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഡോറ് തുറക്കുമ്പോ അങ്ങോട്ട് പോയപ്പോ ഉണ്ടായിരുന്ന റൂം അല്ല തിരിച്ചു വരുമ്പോ മൊത്തത്തിൽ കണ്ട് എന്തായിരിക്കും റിയാക്ഷൻ പോലെ ഞങ്ങൾ ഈ റൂമിനെ മാറ്റും. അപ്പൊ റിയാക്ഷൻ എന്തായിരുന്നു ഞങ്ങൾക്ക് അറിയില്ല. ശരിക്കും ഒരു ഇംഗ്ലീഷ് ഒരു ഇൻട്രസ്റ്റിംഗ് റൂമാണ്. ഇനി ഇംഗ്ലീഷ് ഹൊറർ റൂമാക്കി ഞങ്ങൾ മാറ്റും. അതെ അതെ, കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് നമ്മൾ ഒപ്പിച്ച പണിയാണ്. അപ്പൊ ടെൻഷനാണോ വരിക, പേടിയാണോ വരിക, ഇനി ഞങ്ങളെ ചീത്ത പറയോ ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് എന്തായാലും നല്ല ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇത്രയും ഭംഗിയുള്ള റൂം എന്തായാലും അതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാലും അതാക്കി കൊടുക്കട്ടോ. ഇപ്പൊ ഞങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. ഇവിടെ ഈ മൊത്തം ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഈ ലൈറ്റ്സ് ഒക്കെ അവിടെ തന്നെ നിന്നോട്ടെ. പിന്നെ ആ ഗ്രീൻ സാധനം ഒക്കെ ഉണ്ട്. ഇവിടെ പുതിയൊരു ചെടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ചെടി ഉണ്ട്, ഈ ചെടിയും ആ മെയിൻ ആ ലൈറ്റും ആണ് കേട്ടോ പുതിയതായി വന്നിട്ടുള്ളത്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റണം. നല്ല ഭംഗി അത് കാണാൻ വേണ്ടി ഞാൻ ഓരോ സൈഡും വീഡിയോ എടുത്തു ഫോണില് വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാല് ഈ ഹൊററിന്റെ നേരെ വിപരീതമായിട്ടുള്ള റൂമാണ് ഇത്. ഫുൾ ക്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങൾ, നല്ല ഭംഗിയുള്ള ചെറിയ സാധനങ്ങൾ വരെ വളരെ സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ റൂമിൽ ചെയ്യാൻ പോകുന്നത് ഇവിടെ നല്ല നല്ല സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ സാധനങ്ങൾ മൊത്തം എടുത്ത് ഒഴിവാക്കാം. ഇതൊക്കെ എവിടെ വെക്കുന്നതാണ്? ഇവിടെ എല്ലാവരും മമ്മീന്റെ റൂമിൽ കൊണ്ടുപോയി ഇതൊക്കെ ഓടി നല്ല പൊന്നുപോലെ സെറ്റ് ആക്കി കൊണ്ടുവരും. കൊണ്ടേക്കാം. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവച്ചാൽ മതിയല്ലോ. അതാ പോയി ഇതൊന്നും എഴുത്തിടല്ലേ ഗൈസ്. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മൊത്തം എടുത്ത് മാറ്റി. ഇപ്പൊ ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഗൈസ്, ഇവിടെ ഭയങ്കര എംപ്റ്റി ആയി കിടക്കുന്നുണ്ട്. ഭയങ്കര ഈ സാധനങ്ങളൊക്കെ ഒട്ടിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ഒരു ഹൊറർ ഫീല് കിട്ടും. ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് ഓള് വെച്ചിന്റെ റൂമിൽ ഇതിപ്പോ നമ്മൾ ഈ ഹൊററാക്കുന്ന സമയത്ത് നല്ല ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഓളെ റിയാക്ഷൻ കാണാൻ ഞങ്ങൾ വെയിറ്റ് കാണുക. ഇത് ഞാൻ ജനലിന്റെ മുകളിൽ ഒട്ടിച്ചിട്ടാണ്. അപ്പൊ ഇത് കറക്റ്റ് മുഖ. അപ്പൊ ഈ ജനലിനെ ഇവിടെ നിന്ന് ഒട്ടിക്കുമ്പോ ജനലിന്റെ കമ്പി പിടിച്ച് ഇങ്ങനെ നോക്കുന്ന പോലെ. ഞാൻ നോക്കി ഇവിടെ ആയിട്ട് ഒട്ടിച്ചത്. ഇത് മൊത്തം നമുക്ക് ഇങ്ങനെ പ്രേതങ്ങളുടെ ഫോട്ടോസ് വെച്ച് മറക്കണം കഴിച്ചു. അപ്പൊ ഇവിടെ നല്ല രസമുണ്ട്. അതാ റെഡ് കളറെ കാക്കുമ്പോ അവിടെ ശരിക്കും ഇങ്ങനെ തുറച്ചു നോക്കുന്ന പോലെ. ഈ റെഡിന്റെ ഇവിടെ ഇത് വെക്കാം അല്ലെ? ഈ റെഡ് ലൈറ്റ് വരുന്നോണ്ട് അവിടെ വെച്ചു ഇങ്ങനെ പിടിക്കാൻ അങ്ങനെ വരുന്ന പോലെ. ഈ റെഡ് ലൈറ്റ് ഇങ്ങനെ നല്ല ഭംഗിയിലാണ്. നല്ല രസമുണ്ട് കാണാൻ. റെഡ് ലൈറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ഇതാണ് മൊത്തം റെഡ് ലൈറ്റ് ആകും. റെഡ് ലൈറ്റിൽ ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോ നല്ല പേടി. ഇത് കണ്ടാൽ ചിലപ്പോ മിക്കവാറും കൊല്ലും. എന്റെ ഫോട്ടോ അതേപോലെ ഒട്ടിക്കിട്ടില്ല. ഇതിനെ ഞാനിത് എവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഫ്ലഷ് പോലെ തോന്നുന്ന ആ ഒരു ടൈപ്പ് പേപ്പർ ആട്ടോ. അതിൽ നമ്മള് ടേൺ ബാക്ക് നൗ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഐ ആം ഹിയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഡെത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. ഐ ക്യാൻ സീ യു എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിലെഴുതി വെച്ചിട്ടുണ്ട് വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. അതായത് ഇവിടെ പ്രേതങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ഈ പ്രേതത്തിന്റെ അടുത്ത് ഇവിടെ എഴുതി വെച്ചതാണ് ഹോണ്ടഡ്. ആ ഭാഗമേ ഹോണ്ടഡ് ആണ്. അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് യു ആർ നെക്സ്റ്റ്. അത് ശരിക്കും വേണം കേട്ടോ. ഇവിടെ നോക്കുന്ന ഇങ്ങനെ നിൽക്കുന്ന ആള് പറയാണ് യു ആർ നെക്സ്റ്റ്. അതായത് അടുത്ത് ഈ മോള് ഭയങ്കരമായിട്ട് ഒഴിഞ്ഞെടുക്കാണ് ഗൈസ്. പക്ഷെ ഇങ്ങനെ കേറി വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു പിക്ചർ, പിന്നെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ഹോണ്ടഡ് എന്ന് പറഞ്ഞിട്ട് ആ പിക്ചർ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന വേറൊരു സാധനം. ഇവിടെ കുറച്ചും കൂടെ വെക്കണം അല്ലേ? അതായത് അടുത്തത് ഇവിടെ ഒരു 3 വെക്കണം. ഇവിടെ 3 വെക്കണം. അല്ലാതെ ഇത് ഇവിടെ വെക്കാം. കുറച്ച് അങ്ങോട്ട് പെട്ടെന്ന് കാണൂല. ഡോർ തുറന്നത് കാണൂല. ഇത് വെക്കട്ടെ. ഇതിന് ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. ഈ കണ്ണ് ഞാന് ഈ ലൈറ്റുകളുടെ ഇടയിൽ അവിടെ നോട്ടല്ലേ, അതാണ് അതിന്റെ ഒരു ഭംഗി. ഗൈസ്, ഇത് നമ്മൾ മിററിൽ ഐ ക്യാൻ സീ യു എന്ന് എഴുതാൻ പോകും. എഴുതട്ടെ? എഴുതിക്കോ.
കുറച്ച് കുറവായിട്ട്. ഹൊററായിട്ട് ഇപ്പൊ എങ്ങനെ എഴുത്? അല്ല അങ്ങനെയല്ല, കുറച്ചിങ്ങനെ വൃത്തിയോടൊക്കെ ആയിട്ട്. ഇവിടെ ഇവിടെ ഇങ്ങനെ ബ്ലഡ് പോലെ ഇങ്ങനെ കൊടുത്താലോ, വിരലോണ്ട് ഇങ്ങനെ വരച്ചാലോ? വരക്കി 4 വിരൽ പതിക്കണം, അതായത് 5 വിരലില്ല, 4 വിരലേ ഉള്ളൂ. ഇതിപ്പോ എന്താ കരടീന്റെ കാര്യം? അപ്പൊ മിറർ ഞങ്ങൾ ഹൊററാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഡ്രസ്സില്ലേ എടി ഇങ്ങനെ സാധനമുണ്ടേ, ഇതിനൊക്കെ രസമുണ്ടോ? ശരിയാ, ഇതിന് ബ്ലഡ് എഫക്റ്റ് ഉണ്ട്. കുറച്ചുകൂടി ലിപ്സ്റ്റിക് ഉണ്ട്. ഒന്നും കൂടി ഹൊററാക്കിയിട്ട് ഇവിടെ വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു എഴുതിയിട്ടുണ്ട്. അതായത് പ്രേതങ്ങൾ ക്ഷീണങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഹെൽപ്പ് അസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓരോ എന്താ പറയുക, ഓരോ ദിവസം എണ്ണി കാത്തു കുത്തിരിക്കൂലേ, അതേപോലെ ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ വെട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എന്താ ദിവസം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേ ആണ്, മനസ്സിലായോ? അതായത് 1, 2, 3, 4 5ാമത്തെ വെട്ടിയിട്ടില്ല. അപ്പൊ ഈ ഡേയിലാണ്, അതെ ആ 5ാമത്തെ ദിവസമാണെന്ന്. പിന്നെ ഇറ്റ്സ് യുവർ ലാസ്റ്റ് ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇനി ലാസ്റ്റ് വിഷ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ കുറെ നേരം ഇനി പേടിപ്പിക്കാൻ നോക്കുന്നത്. ഗൈസ്, ഇനി ഈ റൂമിൽ മെഴുകുതിരി വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ. കത്തിക്കാം. ഇതിലെ എവിടെ ഇട്ടരുത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം പഴയ പോലെ തന്നെ ആക്കി കൊടുക്കണം. പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓള് ഞങ്ങൾക്കിട്ടൊരു പണി തരും, അത് ഞങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പൊ ഈ റൂമിൽ മെഴുകുതിരി വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ ഗൈസ്. അതിന്റെ കൂടെ നമ്മൾ റെഡ് ലൈറ്റും കൂടെ കത്തിക്കും. അതും കൂടെ കത്തിച്ചാലാണ് ഈ റൂം ഹൊററാവാൻ പോകുന്നത്. ഒരു മെഴുകുതിരി വെച്ചിട്ടുണ്ട് ഗൈസ്. അടുത്തതിലും വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ചെറുതായിട്ട് കൊന്നാലും ഞാൻ ഇത് ഉറ്റിക്കൂല. ഈ ടേബിൾ മേലെ എങ്ങാനും ഉറ്റി കഴിഞ്ഞാൽ അത് പോവൂല. ഒന്ന് ഇവിടെ നമുക്ക് ഈ ടേബിളിന്റെ എൻഡിൽ വെക്കാം ഗൈസ്. ഒന്ന് നമുക്ക് ഇവിടെ വെക്കട്ടോ. ഇങ്ങനെയാണ് തോന്നില്ലേ, കോഴിപ്പടിയൊക്കെ കേറി വെളിച്ചം ഇങ്ങനെ വരില്ലേ, അതുപോലെ വിളിച്ചോ. ആ പ്രേതത്തിന് നല്ലൊരു ഷെയ്ഡ് ഇട്ടുണ്ടായില്ലേ. ഞാൻ എന്താക്കാനാണ് ഇത് ഇവിടെ വന്ന് എന്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കഴിഞ്ഞാലും ജീവിക്കണം എന്നുള്ള ബോധമൊക്കെ ഉണ്ടാവണായിരുന്നു. ഞാനായിട്ട് ഈ പടം പോലെ നിമ്മന്റെ മുകളിൽ കേറാൻ എനിക്ക് തോന്നണത്. ശ്രീന്റെ മിക്കവാറും കൊല്ലും ഗൈസ്. എന്താണ് ഇത് നോക്കിയേ, നല്ല രസമുണ്ട്. അതാ വെച്ച് ഇതെവിടെ എവിടെയെങ്കിലും ഗൈസ്. ഇനി ഈ റൂമിനെ നമ്മൾ റെഡ് റൂം ആക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ഇതൊരു റെഡ് റൂമായി. ഇതിനെ നമുക്ക് മൊത്തത്തിൽ ഇവിടെ അങ്ങനെ സെറ്റ് ആക്കി കൊടുത്ത് ഇവിടെ ഫുൾ റെഡ് റൂം ആവും. കാക്ക ഇവിടെ ലൈറ്റിന് റെഡ് കളർ ആക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ ബൾബിലൊക്കെ റെഡ് പേപ്പർ വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് ലൈറ്റ് കത്തുന്ന സമയത്ത് ആ റെഡ് കളറിൽ കത്തും. അയ്യോ പിടിക്കാൻ ഇതും കൂടെ ആക്കി കഴിഞ്ഞാല് റൂം സെറ്റായി. എന്താണ് അഞ്ചിനെ ഈ ചെയർ പിടിക്കാൻ വേണ്ടിട്ട് ഇത് കറങ്ങി കളിക്കുന്ന ചെയറാണ്. ഒരു നിമിഷം ഞാനൊന്ന് ചഞ്ചലപ്പെട്ടു പോയി. ഇപ്പൊ മുഖടിച്ചു വീണാനെ. ഇപ്പൊ കംപ്ലീറ്റ് ഇവിടെ ഒരു റെഡ് റൂം, അതായത് ഹൊറർ റൂം ആയിട്ട് മാറിയിട്ടുണ്ട്. കാര്യം കൂടി ചെയ്യാതെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് റെഡ് കലക്കിയിട്ട് അവിടെ വെക്കാം. അപ്പൊ ബ്ലഡ് പോലെ, അതായത് രക്തദാഹിയല്ലേ, അപ്പൊ ഇവിടെ മൊത്തം ആരെങ്കിലും കുടിച്ചു വെച്ച ബ്ലഡ് ആ രീതിയിൽ അപ്പത്തേക്ക് നമുക്ക് ഇവിടെ വേറൊരു പണിയുണ്ട്. ഇതൊക്കെ ടെഡ്ഡി ബിയറിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഹൊററാക്കി മാറ്റണം. അതായത് ശ്രീ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എങ്ങനെ തല തിരിച്ച് ഇങ്ങനെ ഇരുത്താണെങ്കിൽ ഇങ്ങനെ ഇരുത്താം. അതായത് ഇങ്ങനെ ഷമ്മിയൊക്കെ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് വെക്കാം. അപ്പൊ റെഡ് റൂമിൽ ഇങ്ങനത്തെ ടെഡിനെ കാണുമ്പോ കുറച്ച് ഹൊറർ എഫക്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറച്ച് വര കിട്ടുകൊടുത്താലേ ഇനി വൃത്തിയേടാക്കണത് ഇങ്ങനെ തന്നെ നോട്ടെ. അതിങ്ങനെ തന്നെ
ഞാൻ സംഭവം ചെയ്ത് നോക്കണേ. ഒരാള് ബെഡിൽ ഒരാൾ കിടക്കുന്ന പോലാക്കിയാലോ? ഇതിങ്ങനെ കെട്ടുക, ഇങ്ങനെ കെട്ടുക. ഇതിങ്ങനെ കെട്ടിട്ട് ഇവിടെ വൈറ്റ് ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് കണ്ണു പോലെ അത് മറ്റേ സാധനം നമ്മള് സ്റ്റുഡിയോന്ന് മറ്റേ ഹാറ്റ് എടുത്തില്ലേ, അത് ഓൾറെഡി നമുക്ക് തൂക്കിടാനുണ്ട്. ഇതിന് നമുക്ക് ഇങ്ങനത്തെ നടത്തിയാലോ? ഇങ്ങനെ 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 ഇതിൽ വെച്ചിട്ട് കാണൂല, ഇത് ഇവിടെ വെക്കുക, ഇങ്ങനെ ഇങ്ങനെ കെട്ടിട്ട് വെക്കുക. ഇത് ഓറായിട്ട് തോന്നുന്നുണ്ടോ കാക്ക്? തോന്നില്ലേ? ഇല്ലേ? വേണ്ട. എന്നാ നമുക്ക് ഇങ്ങനെ എങ്ങനെ തന്നെ ഇരുത്തല്ലേ? ഇനി നമ്മളൊക്കെ വേറെ എന്തെങ്കിലും ചെയ്യാം. ഇത് ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ തിരിഞ്ഞിരുന്നോട്ടെ. ആ വീട് നടക്കുന്ന പോലൊക്കെ ചെയ്യും. നിങ്ങളല്ലോ വൃത്തിയിൽ ചെയ്യല്ലേ? ഇങ്ങനല്ലേ വീണെടുക്ക. അയ്യോ, ആ തൂക്കിയിരുന്നല്ലേ അതിനെ. ഈ കാല് ഇതിൻ്റെ ഉള്ളിൽ കൂട്ടി ഞാൻ പറഞ്ഞതാ, ഇങ്ങനെ നമുക്ക് കാല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇതന്നെ ഞാൻ ചെയ്ത്. ഇങ്ങനെയല്ലോ. ആ അതൊക്കെ അതൊക്കെ ഉണ്ട് അത് പറഞ്ഞോ. ഇങ്ങനെ ഇവിടെ ഇവിടെ ക്രോസിലും ഇട്ടാ ഇതൊക്കെയല്ലേ? അതൊക്കെ ഇത് കഴിച്ച് നമുക്ക് ഇങ്ങനെ വെക്കാം. ഞാനങ്ങനെ ക്ലാസ് പോയിട്ട് വേറൊരു സംഭവം ചെയ്യണ്ടേ, നമ്മ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പ്രേതങ്ങൾ വേണ്ടേ? അതായത് ഒറിജിനൽ ആയിട്ട് തോന്നുക, അത് ഞാൻ അപ്പൊ കൊണ്ടുവരാം. ഇതിൽ നമുക്ക് കുറച്ച് ബ്ലാക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഡാർക്ക് ഒക്കെ വെക്കട്ടെ. കുറച്ച് പക്ഷെ വെള്ളം പോലെ ചോരിയാണ്, കുറച്ച് കട്ടിക്കുറവുണ്ട്. നമ്മളെ ബ്ലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പ്രേതത്തിന് സെറ്റ് ആക്കും. ഞാനിതവിടെ അങ്ങനെ തൂക്കിയിടാനുള്ള പറന്ന് നടക്കുന്ന പ്രേതം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പ്രേതത്തിന് അവിടെ ഉണ്ടാക്കുക കേട്ടോ. 2 കണ്ണ് വരച്ചു കൊടുക്കാം നമുക്ക്. ഒക്കെ ശ്രീന്റെ കളർ തന്നെയാണ് ഗൈസ്. കപ്പൊക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കാം. പറന്ന് നടക്കുന്നത് ശരിക്കും ഇതിങ്ങനെ ഇൻവിസിബിൾ ആയിട്ട് തോന്നിയിരുന്നല്ലേ? അത് അതിൽ മൂലം എന്തെങ്കിലും ഉണ്ട്. അതെ, ഇതിന്റെ അങ്ങനത്തെ നൂലുണ്ടാവും. ഇതിന്റെ ഉള്ളിൽ ഇല്ലാത്ത സാധനങ്ങളില്ല. ഇങ്ങനെ വേണം എങ്ങനെ കറക്റ്റ് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പറന്നു പോകുന്ന പ്രേതത്തിനെ ഇവിടെ ഒട്ടിക്കാം. നിനക്കുന്ന പ്രേതമാണ് ഞാൻ മേടിച്ചു പിടിച്ചേ. ഇങ്ങനെ കേറി വരുമ്പോ തന്നെ ഇങ്ങനെ തൂങ്ങി കിടക്കണം. റെഡിയല്ലേ? ഇത് നേരെ അവിടെ ഒട്ടിച്ചാൽ മതി. ഇത് നൂല് വേണ്ട, ഒന്ന് പുറത്ത് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. അത് മേലെ ഇങ്ങനെ അന്ന് വരുന്നതിനകത്ത് അങ്ങനെ 2 പ്രേതത്തിന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ആത്മാവ് എന്താ പറയാ, അവിടെ പണ്ടിങ്ങനെ ഇങ്ങനെ പറന്നിങ്ങനെ പോകില്ല ആ സാധനം. അതാണ് ഗൈസ് ഇവിടെ 2 ആദ്യം കത്തിച്ച മെഴുകുതിരി നമ്മളെ പണി കഴിയുമ്പോഴത്തേക്ക് കിട്ടും. ഈ അടുത്ത കൂടി കത്തിച്ചേക്കണം. നമുക്ക് കുറച്ച് എഴുതി വെച്ച സ്കാരി നോട്ട്സ് ഇല്ലേ, അത് നമുക്ക് ഈ ബെഡിൽ ഇങ്ങനെ വിതറിയില്ല കേട്ടോ. ടേൺ ബാക്ക് നൗ. അതിൽ നമുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ ഈ പേപ്പർ ഇങ്ങനെ ഫ്ലഷ് പോലെ ഇട്ടാലോ? ആ റെഡ് കളർ ഹിസ്റ്ററി കയറി വരുമ്പോ തന്നെ ഭയങ്കര ഇങ്ങനെ മെസ്സി ആയിട്ടുണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അലങ്കോലമായി കിടക്കുന്ന കൂടി അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ അതുപോലെ നമ്മൾ ഫുൾ പേപ്പറുകൾ ഇങ്ങനെ ഫുൾ നിലത്ത് ഇങ്ങനെ പിച്ചി പറിച്ചില്ല. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോ കാലിലൊക്കെ ഇങ്ങനെ ഓരോന്ന് തട്ടണം. പെട്ടെന്ന് ആ ഒരു ഇത് വന്നില്ലേ, ആ ഒരു ഹൊറർ ടച്ച് വന്നില്ലേ? എന്താ ചെയ്യുന്നത്? ഞാൻ കുറച്ച് സ്കാരി നോട്ട്സ് എഴുതിയിട്ട് ഇങ്ങനെ നിലത്തിടാൻ വേണ്ടി പോവാം. അങ്ങനെ ശ്രീന്റെ നല്ല എസ്തെറ്റിക് റൂം ഞങ്ങൾ മൊത്തം ഹൊറർ ഇംഗ്ലീഷ് റൂം പോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് മെസ്സ്, ഇവിടെ എന്തൊക്കെയോ ക്രൈമൊക്കെ അതുപോലെയാണ് കറക്റ്റ്. ആ ശരിക്കും നമ്മൾ നേരത്തെ ഇങ്ങനെ ഇട്ടപ്പോഴാട്ടോ അതിന്റെ ആ എഫക്റ്റ് ഫുള്ള് കിട്ടിയത്. അപ്പൊ മൊത്തം ഒരു എന്താണ് ഹൊറിഫൈയിങ് ലുക്ക് വന്നിട്ടുണ്ട് ഈ റൂമിൽ.
ഇടും. ഞാൻ ഈ ഒരു ചെടി ഇതിന്റെ ഉള്ളിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു സ്ഥലമാണ്. നിൽക്കാനല്ല, അവിടെ ഇരിക്കും. ഞാൻ ഈ ടേബിളിന്റെ അടിയിൽ ഈ ഒരു സ്പേസിനുള്ളിൽ ഞാനും ഒളിക്കും. അപ്പോൾ വരുന്ന സമയത്ത് ഞങ്ങൾ വിസിബിലിറ്റി ഉണ്ടാവില്ല. ഇവിടുന്ന് കാണുന്ന സമയത്ത് ഇവിടെ ഉള്ള ആളെയും ഞാൻ കാണിച്ചു കാക്ക അവിടുന്ന് പോ. ഇവിടുന്ന് കേറി വരുന്ന സമയത്ത് ഇവർ രണ്ടാളെയും കാണില്ല. എനിക്കും അഞ്ചിക്കും ഇവിടുന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കാണാം. അപ്പൊ ശ്രീ വന്നിങ്ങനെ നടന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് നമ്മള് ശ്രീ അപ്പൊ ശ്രീ മേടിക്കും. അപ്പൊ അതാണ് നമ്മൾ പ്ലാനിങ്. ഇപ്പൊ നമുക്ക് മെഴുകുതിരി ഫുള്ള് കെടുത്താ ഓള് വരാൻ നേരത്ത് നമുക്ക് അതിന്റെ കത്തിച്ചിട്ട് നേരെ പോയി ഒളിച്ചിരിക്കാം. ഓക്കെ, ഇനി ഓള് വരട്ടെ ഗൈസ്. കം ഓൺ. അമ്മ അമ്മ എങ്ങനെയുണ്ട് ശ്രീന്റെ അടിപൊളി റൂം? ഇനി ശ്രീന്റെ റൂം ഇതാണ്. ഞങ്ങൾ മാറ്റി മൊത്തം മാറ്റി. ഡ്രസ്സിംഗ് റൂമും എസ്തെറ്റിക് റൂം ഒക്കെ മാറ്റി. ഞങ്ങളുടെ കൊറേ നേരത്തെ കഷ്ടപ്പാടാണത്. നല്ല പാടോട്ടല്ലേ? അതെ. പേടിച്ചാ ശ്രീ? പിന്നെ ഞാൻ ഈ ക്യാമറ ഉണ്ട്. ഞാൻ ഇവിടെ പോയതാണ്. ഇന്നത്തെ ലുക്ക് അങ്ങനെ നന്നായിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് ഇതല്ലേ. എന്റെ പുതിയ ലൈറ്റ് ഇന്ന് വന്നിട്ടുണ്ട്. ഇതെന്താ ഡ്രിങ്ക് സെറ്റ് ആക്കി വെച്ചത്? ആ കണ്ണാടി നിലത്ത് നിലത്ത് അതായത് കണ്ണാടി നോക്കുമ്പോ അവിടെ മുമ്പോട്ട് ഈ റൂമില് ഞാൻ ഇന്ന് കിടന്നുറങ്ങണല്ലേ. അല്ല ഞാൻ ഒന്ന് തുടക്കത്തിൽ കൂടെ കേറി വന്നപ്പോ സത്യം പറഞ്ഞാലേ ഞാനിങ്ങനെ എന്തായാലും പോയല്ലോ. എനിക്ക് തോന്നി എന്തായാലും നിങ്ങളായിരിക്കും കൂടെ ആരുമില്ലല്ലോ കേറാന്. അല്ല ശ്രീക്ക് തോന്നിയത് വേറെ സ്ഥലം, ഫ്ലാറ്റ് മാറിപ്പോയി എന്നൊക്കെ പറയുന്ന പോലെ. അല്ല അതല്ല, പക്ഷെ അതല്ല ഞാനൊരു പഞ്ചിട്ട് പറഞ്ഞതാ. നമ്മളിങ്ങനെ തുറന്നു നോക്കുമ്പോ ഇതിന്റെ റൂം തന്നെയാണോ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ലേ? ഞാനൊരു ഒറ്റ മൊമെന്റിന് ഞാൻ നല്ലോണം പേടിച്ച്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് ഏകദേശം ഒരു ഐഡിയ മൊത്തം വൃത്തിയാക്കിട്ട് പോയാ മതി. അല്ല ഞങ്ങളത് പഴയലാക്കി തന്നിട്ട് ഇവിടുന്ന് പോകും. ഷാമിന്റെ ഐഡിയ അങ്ങനെയൊന്നുമില്ല, എല്ലാരും കൂട്ടി നിന്നപ്പോ ഞാനും കൂടെ അങ്ങനെ ചെയ്തെന്നുള്ളൂ. ഇങ്ങനെ ഇരുന്ന റൂമാണ് ഇങ്ങനെയൊക്കെ ഞങ്ങള് മാറ്റിയത്. ഇത് നേരിട്ട് കാണുമ്പോ കുറച്ചും കൂടി ഒരു എഫക്റ്റ് ഉണ്ട്. എന്തേ ഇവരെ കൊണ്ട് ഇവിടെ മൊത്തം വൃത്തിയാക്കിച്ചിട്ട് ഇന്റെ പഴയ റൂം പോലെ ആക്കി തരും. പക്ഷെ പേടിപ്പിച്ചതും പോലെ പണി കൊടുക്കണം. ഈ റൂമെല്ലാം കൂടെ നല്ല വൃത്തിയാക്കി അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഹൊറർ റൂം ഇതെന്ന് പറഞ്ഞാണ്ടല്ലോ ഇതൊക്കെ മാക്സിമം ആക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. അതിന്റെ ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അവസാനം ഞങ്ങൾ ആ ലുക്ക് കിട്ടാൻ ഞങ്ങളവിടെ ഫുള്ള് പിച്ചി പറിച്ച സാധനങ്ങളൊക്കെ നോക്ക്
ഇത് ഞാന് രണ്ടുപേരും അടിച്ചു വരാന്നുള്ള രീതിയിൽ അടിച്ചു വരി വൃത്തിയാക്കിട്ട് പോയ അതൊന്നും അടിച്ചു വരി കഴിഞ്ഞ ബാസ്കറ്റിലിട്ട് കഴിഞ്ഞ സാധനം സെറ്റ് ആയില്ല അപ്പൊ ബാസ്കറ്റ് ചൂടെടുത്ത് ഞാൻ കയ്യിൽ തരാം ഇവര് രണ്ടാളും കൂടി വൃത്തിയാക്കും കല്ലൂനല്ലോ ഇവിടെ ഞാൻ ആ ബൾബ് മാത്രം റെഡ് കാക്ക ബൾബ് ഒട്ടിച്ച് പിന്നെ ദാ ഇത് പിന്നെ രണ്ടാമത് ഒട്ടിച്ച് പിന്നെ രണ്ടാമത് കാക്ക ഇത് വീണപ്പോ ഇത് ഒട്ടിച്ച് പിന്നെന്താ പിന്നെ ഓരോ പണിക്കും ഞങ്ങളെ മോട്ടിവേറ്റ് ഇത് മൊത്തം കാക്ക പോസ്റ്റർ ഇത് പ്രിന്റ് എടുത്ത കാക്കാണ് പിന്നെ ഇത് ഇത് മെഴുകുതിരി order ഇതാണ് കാക്ക എഴുതണം പറഞ്ഞത്. മെഴുകുതിരി ഞങ്ങൾ പോയില്ല ഞങ്ങൾ ഉച്ചക്കാരൻ മെഴുകുതിരി ഓർഡർ ചെയ്ത് വാങ്ങി തന്നത് അവനാണ് എല്ലാം സല്ലൂന്റെ ഇതിലാണ്. അപ്പൊ ഈ സാധനം ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം റിവേഴ്സ് ആക്കേണ്ടത് ഈ തന്നെയാണ് കേട്ടോ അതെ പിന്നെ ഇത് പിച്ച് പറിച്ചിടാൻ പറഞ്ഞ കാക്കല്ല അതൊന്നല്ല വെറുതെ ഉടായിപ്പറ അല്ല ഇതൊക്കെ കാക്ക പറഞ്ഞു പറിച്ചിടാൻ പറഞ്ഞ ശാമി. ഷാമിന പിന്നെ ഇപ്പൊ ഞാൻ എന്താ ചെയ്ത് ഞാൻ ആകെ സ്റ്റുഡിയോന്ന് കുറച്ച് സാധനങ്ങൾ കട്ടുകൊണ്ടൊന്ന് എന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് ലൈറ്റ്സ് ഒക്കെ അത്രേ ഉള്ളൂ ഇത് നമ്മളെ ക്രിസ്മസിന് ഉപയോഗിച്ച തൊപ്പി അതെ അത് പെയിന്റ് അടിച്ച് പോയി അല്ല അത് വിഷയമല്ല അടുത്ത ക്രിസ്മസിന് അപ്പൊ എന്താ ശരി ഈ എല്ലാം വൃത്തിയാക്കിക്കോ നമുക്ക് പോലെ മൊത്തത്തിൽ പൂട്ടിയിടും ഞാൻ ഇന്നത് കൊണ്ട് വൃത്തിയാക്കിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ ശരിയാക്കി തരാം വേറൊരു നീ basket. അത് ഇത് ചെയ്യ്. ഞാൻ നോക്ക് എന്ത് മാസ്കാ നോക്ക് ഞങ്ങൾ ഈ ഹൊറർ റൂം ഇങ്ങനെ തന്നെയാണ് guys വൃത്തിയാക്കുന്നത്. ഞാൻ ഡെഡിനെ എടുത്ത് വെക്കാം അത് മാത്രമല്ല മാത്രമാണ് പണി അടുത്ത് വെക്കണം അവിടെ. പ്രേതങ്ങൾക്ക് വരെ നാണക്കേടാണ് ഈ ഒട്ടിച്ച പ്രേതങ്ങൾക്കൊക്കെ ഞങ്ങൾ പണിയെടുക്കുക. ഓ അതായിരുന്നല്ലേ അയ്യോ അല്ല അത് പേടിക്കണ്ട എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാക പൈസ തരുന്നു ഓരോന്നും ഇവിടെ ചെയ്തോണ്ടിരിക്കുമ്പോ അത് കൊളാക്കരുത് ഇത് കൊളാക്കരുത് ഇത് കൊളാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കെടുക്കേണ്ടി വരും ഇതൊന്ന് ശരിക്കും ഒട്ടിക്കുന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു. ഒന്ന് ഇങ്ങനത്തെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു എന്റെ ഈശ്വരാ. കണക്കൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം മൂന്ന് അയ്യോ അല്ലല്ല ഇതേപോലത്തെ മൂന്നെണ്ണം ഇതേപോലത്തെ രണ്ടെണ്ണം അത് വേറെ ഉണ്ട്. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അയ്യോ ഞങ്ങൾ മുന്നേ എടുത്തു വെച്ച വീഡിയോ അതേപോലത്തെ തിരിച്ചു വെക്കും അത് നന്നായി മുമ്പായിട്ട് ഇതിന്റെ മുകളിൽ പറഞ്ഞു പോകുന്നുണ്ട് അത് കാണിച്ചാളെ. അവിടെ ഒരു പൂമ്പാറ്റ ഉണ്ടായിരുന്നല്ലോ ആ പൂമ്പാറ്റനപ്പം നിന്റെ കൈ കൊടുത്തു ഈ പൂമ്പാറ്റല്ല അവിടെ തൂകിയിരുന്ന ഒരു പൂമ്പാറ്റ ഉണ്ടായിരുന്നു അത് എവിടെയെന്ന് ഞാൻ ചോദിച്ചു അഞ്ചു പൊട്ടിച്ച് ഒരു പൂമ്പാറ്റനെ തൂക്കിയെടുത്തില്ലേ നീ ശരി തന്നെ പൊട്ടിച്ച് ആ അതെ ഇത് ഞാൻ പൊട്ടിച്ചവിടെ വെച്ചതല്ല ഇത് ഇവിടെ വീണ് കിടന്നത് ഞാൻ ഇങ്ങോട്ട് വെച്ചതല്ല. എന്താ ഇത് എനിക്ക് നല്ല ഒരു ഓർമ്മ മുത്ത് എന്തോ മിസ്സിംഗ് ഉണ്ട്. അത് അടിച്ചു വരുമ്പോ കിട്ടും. അല്ല ആ മുത്തിന്റെ പോക്കറ്റിലുണ്ട് ഞാൻ തരാം ഈ മുത്തല്ലേ ആ ഇതന്നെ ആ അതന്നെ ആ വീണപ്പോ എടുത്ത് വെച്ചതാ സ്വൈര്യം വേണം. അതുകൊണ്ട് Yes. അല്ലെങ്കിൽ എന്നോട് കലാകാരൻ പറഞ്ഞോണ്ടിരിക്കും. പിന്നെ റൂം പഴയപോലെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആക്കി തരും. ആക്കി തരും. അതാ കണ്ണാടിന്റെ മുകളിൽ ഈ അല്ലേ എഴുതിയത് ഞാനല്ലേ എഴുതിയേ അഞ്ചു എഴുതി എഴുതാൻ ഐഡിയ ഉണ്ടല്ലോ അല്ല ആരതാ? ആരതാ? സത്യം പറ. ഞാൻ ചോക്കോണ്ട് എഴുതാനാ പറഞ്ഞേ എന്റേതാണോ അല്ലല്ല, അതിന്റേതാ. ഞാൻ റെഡില് സല്ലു ആ ലിപ്സ്റ്റിക്കിന് 769 രൂപയാണ്. മര്യാദക്ക് തന്നിട്ട് ഷുഗറിന്റെ ലിപ്സ്റ്റിക്കാ ഞാൻ അതിന് വാങ്ങിക്കും. ലിപ്സ്റ്റിക്ക് കളയണമെന്ന് പറഞ്ഞാൽ നടക്കൂല. അത് പോയി വായിച്ചോട്ടോ കണ്ണാടിന്റെ മുകളിൽ ഇങ്ങനെ എഴുതാനൊക്കെ നല്ല പക്ഷെ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അതായത് തുടക്കാൻ തരുമോ തുടക്കാൻ ടിഷ്യൂ അങ്ങനെ ഗൈസ് ട്രെയിനിന്റെ റൂം ഞങ്ങൾ അലങ്കോലാക്കിയിട്ട് ഒരു പ്രാങ്ക് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഈ ലൈറ്റ് മാറ്റുന്നില്ല കേട്ടോ. ഞങ്ങളെ കൊണ്ട് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന പ്രാങ്ക് ഇപ്പൊ ഇതാണ്. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണി ഇത് തന്നെയാണ്. ഇവർക്കും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണി ഇതാണ്. ഇതൊക്കെ നേരെയാക്കി ഇടണം. ഷാമിന് തന്നെ ഉണ്ട് പേടിയാണ്. പേടിയാണ് എന്തോ ഒരു പെയിലായ പോലെ തോന്നുന്നു. നോക്ക് മുഖമൊക്കെ എല്ലാരും ഒന്ന് പ്രയത്തിന്റെ ഒരു ടച്ച് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാവും. അതെ അപ്പൊ ഗൈസ് ഇത് പ്രാങ്ക് ഇത്രേ ഉള്ളൂ. പ്രാങ്കിൽ ഞങ്ങൾ സക്സസ്ഫുൾ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര മാർക്ക് തരും? ഡെക്കറേഷനിൽ ഞാൻ 10 ന് 10 തരും. അപ്പൊ ഗൈസ് ഇന്നത്തെ പ്രാങ്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.